അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അനഘ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് നമ്മുടെ വീട് കാണണമെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും അവൾ ലൈവിൽ വരാറുണ്ട്. അപ്പോൾ അവൾക്ക് ലൈവിൽ കാണണം, വീട് കാണണമെന്ന് പറയാറുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ ഹോം ടൂറാണ് കേട്ടോ. നമ്മുടെ വഴിയിൽ നിന്ന് തന്നെ തുടങ്ങാം. വണ്ടി ഒന്നും കയറാത്ത ചെറിയൊരു വഴിയാണ് നമ്മളുടെ കേട്ടോ. ഇങ്ങനെ പോയിക്കോ, ഞാൻ ചേട്ടനാണ് ക്യാമറമാൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വഴി. ഒരുപാട് പ്രശ്നങ്ങളും അതിർത്തി തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതിവിശാലമായ നമ്മുടെ വഴിയിലൂടെ ഇങ്ങനെ കയറിയിട്ട് വേണം നമ്മുടെ വീട്ടിലോട്ട് കയറാൻ. അപ്പോൾ വീടൊന്ന് കാണിക്കൂ. ഇതാണ് നമ്മുടെ മേമനയില്ലത്തെ നമ്പൂതിരിയുടെ വീട്. മേമനയില്ലത്തെ അനീഷ് നമ്പൂതിരിയുടെ വീടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പൂപ്പലും കാര്യങ്ങളൊക്കെ പിടിച്ചെടുപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള വെള്ളം നേരെ വന്ന് വീണത് ഈ കൈവരിയുമ്പോട്ടാണ്. അപ്പം നമ്മൾ എത്ര പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാലും അതങ്ങനെ പൂപ്പലൊടിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് കിടക്കുകയുള്ളൂ. പിന്നെ അതിനുമേട്ട് നല്ല കാശ് മുടക്കി നല്ല പെയിൻ്റ് അടിച്ചാൽ മാത്രമേ അത് സെറ്റായിട്ട് കിടക്കുകയുള്ളൂ. അതിനുള്ള അവസ്ഥയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം മിനുക്ക് വേണ്ടി നടത്തും, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള സ്ട്രക്ചർ നമ്മളുടെ വീടിൻ്റെ കേട്ടോ. അപ്പോൾ ഈ വരാന്തയൊക്കെ ഇത്രയും ഭയങ്കര ആഗ്രഹിച്ച് മോഹിച്ച് ചെയ്തതാണ്. പിന്നെ നമ്മുടെ വാസ്തുവിനെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ കണക്കൊപ്പിച്ച് ഏകദേശം നമ്മുടെ സിറ്റ് ഔട്ട് ഏകദേശം ഇത്രയും സ്പേസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാവശ്യമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയിൽ നമുക്ക് ആവശ്യമൊക്കെ നടത്താൻ പറ്റും. പിന്നെ കണ്ട നമ്മൾ പില്ലർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പില്ലറൊക്കെ ഒറിജിനൽ മരം തന്നെയാണ്. ഈ 2 പീസിൽ മരം ചെയ്ത് കഴിഞ്ഞിട്ട് അത് കടഞ്ഞൊക്കെ എടുത്ത് നമ്മൾ തന്നെ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്ത് പില്ലറൊക്കെ ആക്കിയെടുത്തേക്കണം കേട്ടോ. 1 2 3 4 5 6 പില്ലർ വഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. ആ ഊഞ്ഞാൽ എനിക്കിങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് നിങ്ങൾ ലൈവിലൊക്കെ വരുമ്പോൾ കാണാറുണ്ടാവും ഞാൻ ഊഞ്ഞാലാടണതൊക്കെ. അപ്പോൾ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടിയൊക്കെയാണ് ഞാൻ മിക്ക വീഡിയോയിലും കാണാം. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഇരുന്ന് അങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റാറില്ല. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണ കാരണം നമ്മൾക്ക് സിറ്റ് ഔട്ടിൽ ഇരിക്കണതൊക്കെ ചുരുക്കം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അനഘക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൂടുതലും. അങ്ങനെ നമ്മൾ നേരെ ചെല്ലണത് ഫസ്റ്റ് നമ്മളിങ്ങോട്ട് കയറണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാളിലോട്ടാണ് കേട്ടോ. കണ്ട, ഇതാണ് നമ്മുടെ ഹാള്. ഇവിടെ ഇരിക്കാനായിട്ട് ഒരു ബേവിൻ്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട്. ഇവിടെ വന്നിട്ടാണ് അമ്മച്ചിയുടെ റൂം. പിന്നെ ഒരു സ്റ്റെയർ, പിന്നെ രൂപക്കൂട്, ജനലി. ഇതിപ്പോൾ ഇതാണ് എൻ്റെ ലോകം. ഇതാണ് ഞങ്ങളുടെ റൂം. ഈ റൂമിൽ പ്രത്യേകിച്ച് വലിയ പറയാനൊന്നുമില്ല. ഒരു 2 കർട്ടൻ, 2 ഷെയ്ഡിലുള്ള 2 കർട്ടൻ ഉണ്ട്. ഒരു സ്റ്റാൻഡ് കിടപ്പുണ്ട്. മോമൂടി ഇരിപ്പുണ്ട്. ആ സൈഡിലൊരു ബാത്റൂം ഉണ്ട്. എനിക്ക് വേണ്ടി തന്ന എൻ്റെ അലമാരിയാണിത്. പിന്നെ എൻ്റെ സിസ്റ്റർ ഇരിപ്പുണ്ട്, ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്. ഇത് എൻ്റെ അല്ല, എൻ്റെ നാത്തൂൻ്റെ മോളുടെയാണ്. അവൾ എനിക്ക് തൽക്കാലത്തൊക്കെ തന്നേക്കണം. എൻ്റെ സിസ്റ്റം ഒന്ന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തന്നേക്കണതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടേക്ക് ഇരുന്നിട്ടായിരിക്കും മിക്കപ്പോഴും എൻ്റെ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്. ഇനി അടുത്തത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂം നമ്മളുടെ വീടിൻ്റെ കിച്ചണാണ്. കിച്ചണാണെന്ന് പറയുമ്പോൾ നമ്മൾ കിച്ചണായിട്ട് ചെയ്തില്ല. കിച്ചണാണ് ശരിക്കും ഈ റൂം. പക്ഷേ പിള്ളേർക്ക് ഇരുന്ന് കളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ കട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പഠിക്കലും കാര്യങ്ങളൊക്കെ ഇവിൻ്റെ ഉള്ളിലിരുന്നിട്ടായിരിക്കും. അപ്പോൾ ഇതിനോട് ചേർന്ന് കഴിഞ്ഞിട്ട് തന്നെ ഈ ഒരു ഡോറിൻ്റെ ഇവിടെ നിന്ന് തന്നെയാണ് അടുക്കള ഇങ്ങനെ വന്നത്. അപ്പോൾ ആ അടുക്കളയിൽ നിന്ന് എനിക്ക് ഇവരെ ശ്രദ്ധിക്കാനും പറ്റും. പിള്ളേർക്ക് ഇവിടെ നിന്ന് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെ ഞാനൊരു കട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ട് സെറ്റ് ചെയ്തു. ഇപ്പം ഈ വഴി കടന്ന് വന്നത് അടുക്കള ഭയങ്കര പരിതകരമായ അവസ്ഥയിലാണ് കേട്ടോ. ഇതാണ് മെയിനായിട്ടുള്ള എൻ്റെ 2ാമത്തെ ലോകം. കണ്ട, ഇവിടെ ഇരുന്നിട്ടായിരിക്കും മിക്ക വീഡിയോകളും നിങ്ങൾ കാണുന്നതും. എൻ്റെ വീഡിയോസുകളൊക്കെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ലൊക്കേഷനിലായിരിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര അലപ്പ് പിടിച്ച് വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോയി പെയിൻ്റൊക്കെ വാങ്ങിച്ച് കുറേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു വിധം ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയാക്കി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ മുമ്പിൽ കാണിക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയായിട്ട് ഇറക്കണ്ടേ.
അതിൻ്റെ പേരിൽ ഇതാണ് അപ്പം നമ്മളുടെ അടുക്കള. കണ്ടല്ല, ദേ ഇവിടെ ചെടികളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ആ ഒരു ഫ്ലവർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ രണ്ടും ഒറിജിനൽ തന്നെയാണ് കേട്ടോ. കുപ്പിയിൽ ഇങ്ങനെ വെള്ളം ഓൾറെഡി ഞാൻ ചെയ്ത് നിറച്ച് വെച്ചേക്കണം. അപ്പോൾ എപ്പോഴും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര സുഖമായിട്ട് എടുക്കും. കണ്ടോ, ഇതാണ് എൻ്റെ വിശാലമായ അടുക്കള. ഈ അടുക്കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ കേട്ടിട്ടുണ്ടെന്നാവും. എൻ്റെ കിച്ചൺ ടൂറും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട് പൊളിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. പെട്ടെന്ന് വീട് കയറ്റാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം തട്ടിക്കൂട്ടി എടുത്ത ഒരു ഷെഡ് പോലത്തെ സംഭവം ഓരോന്നും ഇത്. പിന്നീട് ഞാൻ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ ഒരു ഷെഡിനോട്. കുറേ നാളൊരു 4-5 കൊല്ലം നമ്മൾ ഈ ഷെഡിൽ തന്നെയായിരുന്നു. ഒരു അഡ്ജസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ പോയത്. അപ്പം ഈ കിച്ചൺ അങ്ങനെ പൊളിച്ച് കളയാണ്ട് നമുക്ക് പുറത്തായിട്ട് അടുക്കള മതി, സെറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും ഗസ്റ്റും കാര്യങ്ങളും മാത്രം വരുമ്പോൾ നമ്മൾ അകത്തിരുന്ന് ഫുഡ് കഴിക്കും. എല്ലാത്തപ്പം നമ്മുടെ ഫുഡും പാചകവും ഫുഡ് കഴിക്കലും ഒക്കെ എല്ലാം ഈ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ്. അപ്പം ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ ഓടായിട്ട് നിൽക്കണം. അപ്പം ഇതും ഓടിട്ടായിട്ടാണ്. അപ്പം അതായിട്ട് കോമ്പൻസേറ്റ് ആയിട്ട് പോയിക്കോളും. പ്ലാനൊക്കെ ഉണ്ട്. ഈ കിച്ചണൊക്കെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞ് ഇവിടെ വേറെ ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ ഒരു കിച്ചണൊക്കെ ചെയ്യണം. പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അടിപൊളി കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഇനി പുറമേ എന്നുള്ളൊരു വ്യൂ കൂടി കാണിച്ചു തന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഹോം ടൂർ അവസാനിപ്പിക്കാം. എൻ്റെ മോനെ നിങ്ങൾ മൂത്തത് അന്വേഷിക്കാറില്ലേ? ഇതേ ആ ബാക്കിലിരിക്കുന്നവനാട്ട മൂത്തത്, ഇത് രണ്ടാമത്തതും. അപ്പോൾ വലുതായി. ഇതാണ് കേട്ടോ നമ്മുടെ ഷെഡിൻ്റെ ബാക്കിലിരുത്ത ഫ്രണ്ട് എലിവേഷൻ എന്നൊക്കെ പറയാനായിട്ട് പറ്റണത് ഇതാണ് കേട്ടോ. വലിയ അവസ്ഥയിലൊന്നല്ല, മൊത്തത്തിൽ ഞാനൊന്ന് അങ്ങോട്ട് കാണിക്കാം. വീടിൻ്റെ പുറവശം കൂടി ഒന്ന് കണ്ടിപ്പോൾ എല്ലാവരും തുണിയൊക്കെ അലക്കി ഇങ്ങനെ ഇട്ടേക്കണം. മൊത്തത്തിൽ ഇതാണ് സ്ട്രക്ചർ അപ്പോൾ വീടിൻ്റെ. അപ്പോൾ ഒരുപാടൊന്നുമില്ല, നമുക്ക് കുറച്ച് ഏരിയകളൊക്കെ ഉള്ളട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ഹോം ടൂർ കാണിച്ചു കഴിഞ്ഞ് അധികം ഏരിയ ഒന്നുമില്ല നമ്മൾക്ക് കൊണ്ടുനടന്ന് കാണിക്കാനായിട്ടോ ഒന്നും. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത്ര ഉള്ളെങ്കിലും നമ്മ അത്രയും എഫർട്ട് ഇട്ടിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ വീടാണ്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അനഘ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അനഘയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഹോം ടൂർ ചെയ്തത് തന്നെ. എപ്പോഴും ചോദിക്കാറുണ്ട് കുട്ടി. അപ്പം അനഘ വീഡിയോ കാണുന്നുണ്ടെന്ന് ഉറപ്പായിട്ട് കമൻറ്റിലൂടെ ചേച്ചിനൊന്ന് അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.